ഈ ക്യാപിറ്റലിസത്തിൻ്റെ തുടക്കം എന്ന് പറയാവുന്നത് പണ്ട് വെനീഷ്യൻ സംസ്കാരത്തിലാണ്. ഫ്ലോറൻസ്, വെനീസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇറ്റാലിയൻ സംസ്കാരം. അവിടെ ഇതേ കണക്കുള്ള വാണിജ്യ സംഘങ്ങൾ, വ്യാപാര സംഘങ്ങൾ ഒരുമിച്ച് കൂടി വ്യാപാരങ്ങൾ നടത്തുക. അവർ അവസാനം അതിൻ്റെ ലാഭം പല രീതിയിൽ ഇന്നത്തെ അവസ്ഥയിലല്ലെങ്കിലും അത് വീതിച്ചെടുക്കുക. പിന്നീട് നമ്മൾ കാണാൻ കഴിയുന്നത് 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും ഒക്കെ, ഉദാഹരണമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്? 1600-ലാണ് നിലവിൽ വന്നത്. ആ കമ്പനി യഥാർത്ഥത്തിൽ കിഴക്ക് ഭാഗത്തുള്ള, അതായത് ഈസ്റ്റ് ഇൻഡീസ് എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപാരം നടത്താനായിട്ടുണ്ടാക്കിയ ഒരു കച്ചവട സംഘമാണ്. ഈ കച്ചവട സംഘം അവർക്ക് എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അവർക്ക് കപ്പലുണ്ടാക്കുക, അല്ലെങ്കിൽ കപ്പൽ വാടകയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ യാനപത്രം, കപ്പലെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നിട്ട് കടലിലിറക്കുക. മാരിനർ കോമ്പസിൻ്റെയോ അല്ലെങ്കിൽ ഗതി അറിയാനൊന്നുമില്ല, കാറ്റനുസരിച്ച് ഇങ്ങനെ പോവുകയാണ്. അത്യാന്തരികമായ യാതൊന്നുമില്ല. 60 ദിവസം, ചിലപ്പോൾ 70 ദിവസം, ചിലപ്പോൾ 6 മാസമൊക്കെ ഉള്ള യാത്രയാണ്. എവിടെ എത്തുമെന്ന് യാതൊരു പിടിയില്ല. എത്തിയാൽ എത്തി, മരിച്ചാൽ മരിച്ചു. ഇതിനിടയ്ക്ക് പെസ്റ്റിലൻസസ്, പേമാരി, ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു കൂട്ടം മനുഷ്യർ പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറാണ്. അവിടെ കിട്ടുന്ന സ്പൈസസ്, മറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് കിട്ടുന്ന ലാഭം നമുക്ക് വീതിക്കാം. ഒരു മിഷൻ പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ കയ്യിലും പോകാൻ പൈസയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇത്ര രൂപയാകുമെന്നിരിക്കട്ടെ. ഒരു ആനയാണ് ആ ടാസ്ക് എങ്കിൽ, ആ ആനയെ നിങ്ങൾ കണ്ടോ? ചത്ത് കിടക്കുന്ന ആനയെ ഉറുമ്പുകൾ ഇങ്ങനെ അരിച്ചരിച്ച് തീർക്കുന്ന കണ്ടിട്ടുണ്ടോ? ചെറിയ ചെറിയ വിഹിതങ്ങളാക്കി എല്ലാവരും ആനയാണ് കഴിക്കുന്നത്. ഒറ്റയ്ക്ക് അവർ ഒരു ഉറുമ്പിന് ചെയ്യാം, പക്ഷേ അവർ ഇൻ കോഴ്സ് ഓഫ് ടൈം അവർ തിന്ന് തീർക്കുകയാണ്. അപ്പോൾ കുറേ ആളുകൾ ചേർന്ന് അവർ പൈസ ഇടുന്നു, ആ പൈസകൾ കുന്നുകൂട്ടുന്നു, അതൊരു കമ്പനിയാകുന്നു. ഇവർ കപ്പയിൽ പോകുന്നു, 6 മാസം കഴിഞ്ഞു അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് അവർ തിരിച്ച് വന്നാൽ കിട്ടുന്ന സാധനം വിൽക്കുന്നതിൻ്റെ ലാഭവിഹിതം ഇവർ പങ്കെടുക്കുന്നു. വീണ്ടും രണ്ടാമത്തെ യാത്ര വരുന്നു, വീണ്ടും ആളുകളെ സ്വരുക്കൂട്ടുന്നു, പോകുന്നു. ഇതാണ് ആ കച്ചവട സംസ്കാരം. ധൈര്യം ഉണ്ടായിരിക്കണം മനുഷ്യന്, പർപ്പസ് ഉണ്ടായിരിക്കണം, ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം, സഹകരണ മനോഭാവം ഉണ്ടായിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ. പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് നമ്മളുണ്ട്. ലാഭം എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയുക, ഈഷ്യസ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പല സോഷ്യലിസ്റ്റ് ചിന്തകരും, മാക്സൊക്കെ ഉൾപ്പെടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഈവിളാണെന്ന് പറയുന്നത്. പക്ഷേ പ്രോഫിറ്റ്, മാന്യമായ പ്രോഫിറ്റ്, ഞാൻ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മിതമായ ലാഭം അല്ലെങ്കിൽ ന്യായമായ ലാഭം എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അതൊരു ഇൻസെൻറ്റീവാണ്. നിങ്ങൾ ഒരു തുക മുടക്കിയിട്ട് അതേ തുകയാണ് തിരിച്ച് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മുടക്കാൻ ഒരു ഇൻസെൻറ്റീവ് ഇല്ല. അതേസമയം നിങ്ങൾ കുറച്ച് തുക നിങ്ങളുടെ അധ്വാനത്തിന് ലാഭമായിട്ട് കിട്ടുകയാണെങ്കിൽ, പിന്നെ അമിത ലാഭം കുഴപ്പമാണ്. അമിതമായ എന്തും കുഴപ്പമാണ്. അപ്പോൾ അമിതമായ ലാഭം അതൊരു ചൂഷണമാണ്, ഇത് നമുക്ക് ബാധിക്കാം. പക്ഷേ ലാഭം ഭയങ്കര ഇൻസെൻറ്റീവ്. ഇങ്ങനെയാണ് ആനയും ഉറുമ്പും കളിയിലൂടെ ക്യാപിറ്റലിസം ഇന്ന് കാണുന്ന ട്രില്യൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല, എത്ര പൂജ്യം ഇടണം, ഒന്നിട്ടിട്ട് 10ഉം 20ഉം പൂജ്യം ഇട്ടാലും തീരാത്ത വലിയ തോതിലുള്ള വെൽത്ത് എന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കും. വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇന്ന് നമ്മളെ കാണുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പൈസയുടെ കാര്യങ്ങളാണോ നിങ്ങൾ അനുഭവിക്കുന്നത്? നിങ്ങളൊരു വീട് വെക്കുന്നു, നിങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് 1 ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് അടുത്ത വർഷം വീട് ഉണ്ടാവുകയാണ്, വീട്ടിൽ നിങ്ങൾ കയറി താമസിക്കുകയാണ്, നിങ്ങൾക്ക് പൈപ്പുണ്ട്, ഷവറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള പൈസ ഇല്ല. പക്ഷേ ക്യാപിറ്റലിസിന് അത് നിങ്ങൾക്ക് തരാൻ സാധിക്കും. ബാങ്ക് ലോൺ, അതുപോലെ ഇൻഷുറൻസ്, എന്തെല്ലാം വിവിധങ്ങളായിട്ടുള്ള വ്യവസ്ഥകൾ. ഇതെല്ലാം കൊണ്ട് ഇന്നത്തെ ഈ ഭൂമി അല്ലെങ്കിൽ ഈ മനുഷ്യലോകത്ത് ഇത്രയധികം സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയൊരു വ്യവസ്ഥയാണ് പരമപുച്ഛത്തോടെ നമ്മൾ സംസാരിക്കുന്നത്.